ഹലോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസുമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നേക്കാൻ മുന്നേ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് അറിയണം. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻസ്പിരേഷന് ശേഷം എത്ര മാക്സിമം വോളിയം ഓഫ് എയർ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുമോ അതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ആഫ്റ്റർ മാക്സിമം ഇൻസ്പിരേഷൻ, അതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി എന്താണ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി? മാക്സിമം ഇൻസ്പിരേഷന് ശേഷം നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഫോഴ്സും സ്പീഡും ഉപയോഗിച്ചിട്ട് എത്ര വോളിയം ഓഫ് എയർ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് സിംപ്ലി മാക്സിമം ഇൻസ്പിരേഷന് ശേഷം എത്ര മാക്സിമം വോളിയം ഓഫ് എയർ പുറത്തേക്ക് പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഹെഡിങ് നോക്കിയാൽ തന്നെ അറിയാം അത് ഫോഴ്സ്ഡ് ആണ്. എന്ന് വെച്ചാൽ മാക്സിമം ഇൻസ്പിരേഷന് ശേഷം ഗ്രേറ്റസ്റ്റ് ഫോഴ്സും സ്പീഡും കൊടുത്തുകൊണ്ട് എത്ര വോളിയം ഓഫ് എയർ, എത്ര ടോട്ടൽ വോളിയം ഓഫ് എയർ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് FeV1 FeV2 എന്നൊക്കെ പറഞ്ഞാൽ, ഈ FeV1 FeV2 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. അതായത് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി അത് നമുക്ക് എത്ര ലിറ്ററോ വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, അതിൻ്റെ എത്ര ഫ്രാക്ഷൻ എന്നുള്ളതാണ് FeV1 FeV2 പറയുന്നത്. ഇപ്പോൾ FeV1 പറഞ്ഞാൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയുടെ എത്ര ഫ്രാക്ഷനാണ് ഒരാൾക്ക് ആദ്യത്തെ ഒരു സെക്കൻഡിൽ എക്സ്പയർ ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റുന്നത്, അതാണ് FeV1 എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എക്സ്പയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് സെക്കൻഡ്, അതാണ് FeV1 എന്ന് പറഞ്ഞാൽ. FeV2 എന്ന് പറഞ്ഞാലോ അതും ഒരു ഫ്രാക്ഷനാണ്. അവിടെ എന്തായിരിക്കും, ആദ്യത്തെ 2 സെക്കൻഡിൽ എത്രയാണ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയുടെ ഫ്രാക്ഷൻ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്നത്, അതാണ് FeV2 എന്ന് പറഞ്ഞാൽ. ഫ്രാക്ഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എക്സ്പയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 സെക്കൻഡ്സ്, അതാണ് FeV2 എന്ന് പറഞ്ഞാൽ. ഇനി ഈ FeV1 FeV2 ഇതിനൊക്കെ നമുക്ക് കുറച്ച് നോർമൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ FeV1 എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ വാല്യൂ, ഈ നോർമൽ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യണം. FeV1ൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 83% ആണ്. FeV2 93%, FeV3 ഒരു 97% ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാല്യൂസൊക്കെ ഒരു നോർമൽ ഹെൽത്തി പേഴ്സൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു നോർമൽ ഹെൽത്തി പേഴ്സൻ്റെ കേസിൽ അയാളുടെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയുടെ 83% അയാൾക്ക് ആദ്യത്തെ സെക്കൻഡിൽ പുറത്തേക്ക് കളയാൻ പറ്റും. ഒരു നോർമൽ ഹെൽത്തി പേഴ്സണ് ആദ്യത്തെ 2 സെക്കൻഡിൽ അയാളുടെ ടോട്ടൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയുടെ 93% പുറത്തേക്ക് കളയാൻ പറ്റും. അതാണ് നമ്മൾ ഈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത്? മെയിൻലി ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസും റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ? ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ എയർവേ എന്നാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർക്ക് മെയിൻലി പ്രോബ്ലം വരെ എയർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയാനായിരിക്കും ഇവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. എയർ ഇൻസ്പിരേഷനേക്കാൾ കൂടുതൽ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയാനായിരിക്കും ഇവർക്ക് പ്രശ്നം ഉണ്ടാവുക. സോ ഇവിടെ മെയിൻ പ്രോബ്ലം ഇസ് വിത്ത് എക്സ്പിരേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എയർവേ ഓൾറെഡി ഇവൻ്റെ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് FeV1 ആദ്യത്തെ ഒരു സെക്കൻഡിൽ എത്ര പുറത്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന് പറ്റുന്നത് പോലെ 83% ഒന്നും പുറത്തേക്ക് കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ FeV1 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇവർക്ക് എത്ര പുറത്തേക്ക് കളയാൻ പറ്റുമോ ആ വാല്യൂ എന്ന് പറയുന്നത് നല്ല കുറവായിരിക്കും. അപ്പോൾ ഇവരുടെ FeV1 എന്ന് പറയുന്ന വാല്യൂ നല്ല കുറവായിരിക്കും. ഇനി ഈ FeV1/FVC എന്നുള്ള റേഷ്യോ, അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ FVCയിൽ എത്രയാണ് ആദ്യത്തെ ഒരു സെക്കൻഡിൽ പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇവർക്ക് 83% പുറത്തേക്ക് കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ആദ്യത്തെ ഒരു സെക്കൻഡിൽ പോകുന്ന വോളിയം എന്ന് പറയുന്നതും പെർസെൻറ്റേജ് എന്ന് പറയുന്നതും വളരെ കുറവ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ന്യൂമറേറ്റർ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആ എൻ്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? വളരെ കുറവ് തന്നെയായിരിക്കും. അതായത് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസസ് ഉള്ള ആൾക്കാരുടെ കേസിൽ അവരുടെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ആദ്യത്തെ ഒരു സെക്കൻഡ് പുറത്തേക്ക് പോകുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 83%-നേക്കാളും നല്ലോണം കുറവായിരിക്കും. ഇനി എന്താണ് റെസ്ട്രിക്റ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ? റെസ്ട്രിക്റ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അത് ലങ്സിൻ്റെയോ അല്ലെങ്കിൽ തൊറാസിക് ഏജിൻ്റെയോ മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡിസീസസാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എംഫിസീമ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ മെയിൻ പ്രശ്നം വരുന്നത് ഇൻസ്പിരേഷനാണ്. കാരണം ലങ്സോ തൊറാസിക് കേജ് എക്സ്പാൻഡ് ചെയ്യാണ്ട് നമുക്ക് ഇൻസ്പിരേഷൻ ശരിക്കും പോസിബിൾ അല്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻസ്പിരേഷനാണ്. എക്സ്പിരേഷൻ ഒരു പാസീവ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എയർ ഔട്ട്ഫ്ലോയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എയർ ഇൻസ്പയർ ചെയ്ത് അകത്തേക്ക് എടുക്കാനായിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസിന് ബുദ്ധിമുട്ട്. അപ്പോൾ ടോട്ടൽ ഇങ്ങനത്തെ പേഷ്യൻസിൽ അകത്തേക്ക് കയറുന്ന വോളിയം തന്നെ വളരെ കുറവായതുകൊണ്ട് ഈ പേഷ്യൻസിനെ പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഫോഴ്സ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്ന വോളിയം എന്ത് തന്നെയായിരിക്കും, കുറവായിരിക്കും. കുറച്ച് വോളിയം ഇവർക്ക് അകത്തേക്ക് കയറുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും കുറച്ച് വോളിയം തന്നെ ഇവർക്ക് പുറത്തേക്കും പോകുള്ളൂ. അപ്പോൾ ഈ പേഷ്യൻസിൽ ഇവരുടെ ടോട്ടൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ആയിരിക്കും നല്ല കുറവ് വരിക. FeV1-നേക്കാളും FVCയുടെ വാല്യൂ ആയിരിക്കും നല്ല കുറവ് വരിക. അതേ സമയത്ത് ഇവരുടെ റേഷ്യോ FeV1/FVC എന്നുള്ള റേഷ്യോ എടുക്കുമ്പോൾ അത് നോർമൽ തന്നെയാണ് വരിക. അതെന്തുകൊണ്ടാണ്? കാരണം ഇവരുടെ FVC എന്ന് പറയുന്നത് നല്ല കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോർമൽ പേഴ്സണിന് അതൊരു 6 ലിറ്റർ ആണെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഡിസീസുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് കുറഞ്ഞ് 4 ലിറ്ററോ 2 ലിറ്ററോ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരുടെ FVC ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എത്ര തന്നെ കുറഞ്ഞാലും ഇവർക്ക് എയർ പുറത്തേക്ക് കളയാൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആദ്യത്തെ ഒരു സെക്കൻഡിൽ നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന് പറ്റുന്ന പോലെ 83% തന്നെ പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ FVC അതായത് ടോട്ടൽ ഇവരുടെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയിൽ എത്ര ശതമാനം ഇവർക്ക് ആദ്യത്തെ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് കളയാൻ പറ്റും? ഏകദേശം 83% തന്നെ പുറത്തേക്ക് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ റേഷ്യോ വരുമ്പോൾ അതെന്തായിരിക്കും? നോർമലായിരിക്കും. അതായത് ഇവരുടെ FVC വാല്യൂ നല്ല കുറവായിരിക്കും. അത് എത്ര തന്നെ കുറവായാലും അതിൻ്റെ 83% തന്നെ ഇവർക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. കാരണം ഇവിടെ മെയിൻ പ്രോബ്ലം വരുന്നത് ഇൻസ്പിരേഷനാണ്. അപ്പോൾ ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസും റെസ്ട്രിക്റ്റീവ് ഡിസീസും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ FeV1-ൻ്റെ വാല്യൂ നല്ല കുറവാണെങ്കിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ആയിരിക്കും. FVC ആണ് നല്ല കുറവെങ്കിൽ അത് റെസ്ട്രിക്റ്റീവ് ആയിരിക്കും. യൂഷ്വലി FeV1 ലെസ് ദാൻ 72% വന്നിട്ടുണ്ടെങ്കിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. എക്സാമ്പിൾ ബ്രോങ്കിയൽ ആസ്മയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ലാസ്റ്റ് ഒരു ഗ്രാഫും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനുള്ളത് എത്ര വോളിയം നമുക്ക് എയർ പുറത്തേക്ക് കളയാൻ പറ്റും അതാണ് കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ നമുക്ക് ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ പേഴ്സൻ്റെ ഗ്രാഫാണ് നമുക്ക് ഈ റെഡ് ലൈൻ വെച്ചിട്ട് കാണാനുള്ളത്. അപ്പം ഒബ്സ്ട്രക്റ്റീവ് പേഴ്സൻ്റെ ഗ്രാഫാണ് നമുക്ക് ഈ ഗ്രീൻ കളറിൽ കാണാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് എന്ന് പറയുമ്പോൾ അവിടെ എയറിൻ്റെ ഔട്ട്ഫ്ലോക്ക് ആയിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇവർക്ക് മാക്സിമം 83% ഒന്നും കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരെ ആദ്യത്തെ ഒരു സെക്കൻഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഒബ്സ്ട്രക്റ്റീവ് ഡിസീസുള്ള ആൾക്കാർ പുറത്ത് കളഞ്ഞിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 50%-ലും കുറവാണ് ഇവർ പുറത്തേക്ക് കളഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് റെസ്ട്രിക്റ്റീവ് ഡിസീസ് നോക്കുമ്പോഴോ അവരുടെ ടോട്ടൽ വോളിയം ആയിരിക്കും കുറവുണ്ടാവുക. കണ്ടോ, അവരുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് തന്നെ കുറവാണ്. ടോട്ടൽ വോളിയമാണ് അവർക്ക് കുറവ് വരുന്നത്. അതേസമയത്ത് അവർ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അവർ പുറത്തേക്ക് കളഞ്ഞിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 75%-നേക്കാളും കൂടുതൽ അവർ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസസിലാണ് എന്ത് വരുന്നത്, ഒരു സെക്കൻഡിൽ പുറത്തേക്ക് കളയുന്ന വോളിയം എന്ന് പറയുന്നത് തീരെ കുറവ്, 50%-നോളം ഈ ഗ്രാഫ് അനുസരിച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്കിനെ പറ്റി. താങ്ക് യു.